ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ രീതിയിൽ ഒരു സ്പെഷ്യൽ മസാല എല്ലാം ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 ഫുൾ കോഴിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നുള്ളത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 പച്ചമുളകും ഒരു 10-15ഓളം വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂണ് വലിയ ജീരകവും 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡറും അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5 മാഗി ക്യൂബ്സും 1/2 ടേബിൾ സ്പൂണ് മുതുമൻ കുരുമുളകും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 കപ്പോളം മല്ലിയില നല്ലോണം ഇട്ട് കൊടുത്താൽ അത്ര ടേസ്റ്റാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഞാൻ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മന്തി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് വിട്ടുപോയി. അപ്പം ചിക്കനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ച മസാല ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനും എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒരു 4 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം ഞാനിത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഗരം മസാലകളും 2 ഡ്രൈ ലെമണും പിന്നെ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വൈറ്റ് സെല്ലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3/4 വേവാവോളം വേവിച്ചിട്ടെടുത്തിട്ട് ഒന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പാനിലേക്ക് പിന്നെ 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ചിക്കനില്ല അതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു 2 ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തപ്പാട് തന്നെ ഈ റൈസെല്ലാം ഇട്ട് കൊടുക്കണം. റൈസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് മന്തി മസാല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ കളറും റെഡ് കളറും അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കളറെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തിട്ട് എടുത്താൽ നല്ല അടിപൊളി മന്തി റെഡിയായി. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ റൈസെല്ലാം മാറ്റി വെച്ചിട്ട് അടിയിൽ പിന്നെ ചിക്കനും ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള മന്തി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായി എന്തായാലും ഇഷ്ടപ്പെടും. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഓപ്ഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.